shouldn't say that. അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഫോണെടുത്ത വീഡിയോ വിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോണിൻ്റെ ഒരു ഗ്രാൻഡ് ഓപ്പണിങ്, ആ ഒരു അൺബോക്സിങ് വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിരുന്നുണ്ട്. അപ്പോൾ തന്നെ പറയാം, ഞാൻ ഒരു ദിവസം എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം തിരിച്ച് നിങ്ങൾക്ക് ഒരു അൺബോക്സിങ് കാണിച്ചു തരാൻ വെച്ചതാണ് കേട്ടോ ഇതിൽ. അപ്പോൾ നേരെ വീഡിയോ ഒക്കെ വെക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റിയൽമീൻ്റെ നാർസോ N60 വന്നിട്ട്, റിയൽമീൻ്റെ എന്താ കമേർഷ്യൽ പ്രൊട്ടക്ഷനൊക്കെ വരുന്ന ഒരു ഫോൺ. അതിൻ്റെ മുകളിൽ പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു, വെള്ള. എല്ലാവർക്കും അറിയാം, പുതിയ ഫോൺ വാങ്ങുമ്പോൾ ഒരു വെള്ള കേസ് കിട്ടും. അത് ഞാൻ കടയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഈ റിയൽമീൻ്റെ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സുമേക്ക് അമർന്ന് നിൽക്കണോണ്ടേ ഗ്ലാസ്സിൽ എയർ കയറിയിട്ട് ഗ്ലാസ് ഇങ്ങോട്ട് പറഞ്ഞു പോരാൻ സാധ്യത ഉണ്ട് എന്നാണ്. അങ്ങനെ നമ്മൾ കേസ് വേറെ വാങ്ങിച്ചിരുന്നതാ, ബ്ലാക്ക് കേസ്. അതിന് പറ്റിയൊരു കേസ് നമ്മൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആ വൈറ്റ് മാറ്റിയിട്ടോ. വൈറ്റ് എനിക്കധികം ഇഷ്ടപ്പെട്ടതുമില്ല. പിന്നെ അതല്ല, അതിൻ്റെ ആ മുൻഭാഗം ഗ്ലാസ്സിലേക്ക് അമർന്ന് നിൽക്കുന്നതുകൊണ്ട് എയർ കയറിയിട്ട് ഗ്ലാസ് അതിൽ പറഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഓപ്പണിങ് നടത്താം. അശ്വിന് താഴെ കുളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഓപ്പണിങ് നടത്തുന്നത്. എന്തായാലും നമുക്ക് ഓപ്പണിങ് ചെയ്യാം. അപ്പോൾ ശാന്തം നടന്നു. അപ്പോൾ അത് ഓപ്പണാക്കി വരുമ്പോൾ തന്നെ നമുക്കൊരു QR കോഡൊക്കെ കാണാൻ അറിയാം. ഓപ്പണാക്കി വരുമ്പോൾ തന്നെ റിയൽമീൻ്റെ 6 മാസം വാറൻറ്റി, എക്സ്റ്റൻഡഡ് വാറൻറ്റി എന്നാണ് ഒരു ഇതൊക്കെ വേണം. അതിനൊക്കെ മെല്ലെ തുറന്നോ കേട്ടോ. പിന്നെന്താ എന്താ സിം പോർട്ടിൽ സിം ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുത്തണ പിന്നെ കേട്ടോ. നമുക്ക് മാറ്റി വെക്കട്ടോ പൊത്തി. എന്താ സുഹൃത്തുക്കളെ, നമ്മളുടെ ഫോൺ എവിടെ കിടക്കുന്നു? ഞാൻ ഒരു സംഭവിച്ചതാട്ടോ. കാരണം ഞാൻ ആ നേരത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതിനുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ കാരണം കേട്ടോ. അല്ലേ, ഫാർമിംഗ് സീസണ് വരുന്നത്. This device is only support the standard nano card for വേണ്ട. ആ വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് തീരില്ല കേസ്, കുറേ ഉണ്ട് വായിച്ചു. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ കേസ് വന്നിരുന്നത്, ഫോണിൻ്റെ കേസ്. പക്ഷെ ഞാൻ മാറ്റി, എനിക്ക് ഇഷ്ടപ്പെട്ടതുമില്ല. മാത്രമല്ല ആ എയർ കയറാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് റിയൽമീൻ്റെ സേഫ്റ്റി ഗൈഡൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ വായിച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ മാറ്റി നമ്മൾ ഓൾറെഡി വിളിച്ച ഫോണാണ്. എന്തായാലും ഓപ്പണേ ഒരു റോഡ് പോയി കേട്ടോ. എന്തായാലും പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചാൽ കേട്ടോ. സുഹൃത്തുക്കളായി നിങ്ങൾക്കറിയാം എങ്ങനെയുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടിട്ടോ. ഞാൻ ഫോണിൻ്റെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് പറയാം. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എടുത്ത ഫോൺ എങ്ങനെയുണ്ടെന്ന്. അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ഒക്കെ ഉള്ള ഫോൺ കേട്ടോ. ഞാൻ ഒരു ദിവസം ഉപയോഗിച്ചാന്ന് തന്നെ മനസ്സിലായല്ലോ. എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ്, ബ്രൈറ്റ്നസ് കുറച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം ക്യാമറ ക്വാളിറ്റി ഒക്കെ ഉള്ള ഫോണാണ്. നല്ല ഇതിലിപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം. ക്യാമറ ഞാൻ കാണിച്ചു തരാം.
കണ്ടോ, നമ്മൾ വിചാരിക്കും പോലെ അല്ല കേട്ടോ. അത്യാവശ്യം നല്ല നമുക്ക് പറ്റിയൊരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി ഫോൺ തന്നെയാണിത്. നമുക്ക് ഇനി ഫ്രണ്ട് ക്യാമറ നോക്കാം. പിന്നെ ക്ലിയറായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ക്ലിയർ ഉണ്ട്. ഇതിൽ നമുക്ക് നൈറ്റിലൊക്കെ നൈറ്റിൽ വീഡിയോ എടുക്കാനുള്ള മോഡ് തന്നിട്ടില്ല. നൈറ്റിൽ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള മോഡ് തന്നിക്കണം അവർ. ഇത് നൈറ്റിലിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നൈറ്റിൽ ഒരു ഡാൻ്റെ ഒരു ഫീലിംഗ്, അധികം ഒരു ബ്ലറൊന്നും ഇല്ലാത്തൊരു ഫീലിംഗാണ് നമുക്ക് കിട്ടുക. ഇതിൽ ഞാൻ നോക്കിയിട്ടില്ല അങ്ങനത്തെ ഒരു ഫോട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട ഉള്ളിൽ വാൾപേപ്പറായി കൊടുത്തത് അത്യാവശ്യം നല്ല പണിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതായിട്ട്. ഇതിലാണിപ്പോൾ വോയിസ്, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണ ഫോണിലാണെങ്കിൽ വോയിസ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. സൗണ്ട്, നമ്മളെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. സൗണ്ട് റെക്കോർഡിംഗ് ഒക്കെ നടത്തുന്നതാണ്. അപ്പം എന്താ ഇത്രയും ഉള്ളൂ. ഇഞ്ഞത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കണ്ടെങ്കിലുണ്ടോന്ന്. നമുക്കെന്തായാലും ഈ ഫോണെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഇനി കാണാം. ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറ്റാൻ മറ്റേ വൈറ്റ് ബോക്സ് ഫ്രീസ് വെച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി. കാരണം അത് ഈ ചില്ലിൻ്റെ, ഈ ഫ്രണ്ട് ചില്ലിൻ്റെ അവിടേക്ക് ഇങ്ങനെ അമർന്ന് കൊണ്ടുകൊണ്ട് മുത്തരാൾ പറഞ്ഞ ഈ മുന്നത്തെ ചില്ല് ചിലപ്പോൾ എയർ കയറിയിട്ട് പുറത്തേക്ക് പൊളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. എന്തിനാ കഴിച്ച് നമ്മൾ വെറുതെ കഷ്ടപ്പെടുന്നത്. ഇത്രയും നല്ലൊരു ഫോൺ നമ്മൾ എടുക്കാൻ തന്നെ കുറേ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആയിട്ട് നല്ലപോലെ നോക്കണ്ടേ. നമുക്ക് ഈ കേസ് ഫിറ്റ് ചെയ്തിട്ട് തരാട്ടോ സുഹൃത്തുക്കളെ. ഇപ്പം എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? പക്ഷേ ഈ ഫോണിൻ്റെ ബാക്കിലത്തെ കളറൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല എന്നുള്ളൂ. അത് മാത്രമേ ഒരു എപ്പോഴും വേറെ വെക്കുന്നില്ല. ഈ ഫോണിൽ വാൾപേപ്പറായിട്ട് കണ്ട് ഞാൻ ഈ ഫോണിൽ തന്നെ, അതായത് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ ക്യാമറയിലല്ല, ഞാൻ ഇപ്പോൾ കൈ പിടിക്കാൻ നമ്മളെ പുതിയ ഫോണിൽ അതിലെടുത്ത ഫോട്ടോ തന്നെ കേട്ടോ. ഈ ഫോട്ടോ ശരിക്കും കാണണം എന്നുള്ളവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതിൽ തപ്പിയൊക്കെ അറിയാം. abhinav.972837 എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അതിൽ തപ്പിയൊക്കെ അറിയാം. ഞാൻ ഈ എടുത്ത ഫോട്ടോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് നല്ല ക്ലിയറിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ ഈ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു സാധാ ഫോണിലായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് ക്ലിയർ ഉണ്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്നൊന്നും. അതെയാ, അടിയിൽ ഇത് സി ടൈപ്പ് ഫോണാണ് കേട്ടോ. ചാർജിങ് സി ടൈപ്പ് ഉണ്ട്. അടിയിൽ തന്നെ ഓക്സ് കേബിളിൻ്റെ അത് സ്പീക്കർ. പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ കോൾ അങ്ങോട്ട് കൊണ്ട് പോകുന്നു. ഫ്ലാഷ് ഈ ഭാഗത്തായിട്ട് പിന്നെ രണ്ട് അടിപൊളി ക്യാമറ. എന്നോട് ഫോണിനെ പറ്റി പറയാന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഈ സാംസങ്ങിലൊക്കെ ഇല്ലാത്ത, സാംസങ് തന്നെ ഫസ്റ്റ് വാങ്ങാൻ ഉദ്ദേശിച്ച ഫോണ്, പക്ഷെ സാംസങ്ങിൽ ചോദിച്ചപ്പോൾ ചാർജറൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. സാംസങ്ങിൽ എന്താ ഇതുവരെ ചാർജർ കൊടുക്കാത്തതെന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഇത് തുറന്നു. ഇതിൻ്റെ ഉള്ളിൽ കട്ടുണ്ട്, വയറും ഉണ്ട് കേട്ടോ. ഈ വയറ് ഞാൻ പിന്നെ എടുത്തതിൻ്റെ ശേഷം ഒരു ഇതിലങ്ങോട്ട് വെച്ചതാട്ടോ. കട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ റിയൽമിക്കാർ തരുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, നോക്കാം. ഞാൻ റിയൽമീൻ്റെ ചാർജർ ഇത് റിയൽമിക്കാർ കട്ടയും വയറും കൊടുക്കുന്നുണ്ട് കേട്ടോ. സാംസങ്ങിന് ചാർജറെ കൊടുക്കണില്ല എന്നാണ്. എന്താ കാരണം എന്നൊന്നും ഇതുവരെ അറിയില്ല. സി ടൈപ്പ് വയറ് ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യമായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളിതിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അപ്ലോഡ് ചെയ്യാൻ 22 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കാരണം നെറ്റും ഇല്ലാത്ത പ്രോബ്ലം കൊണ്ട് ഇങ്ങനെ പതുക്കെ വരുന്നുള്ളൂ. നെറ്റിൻ്റെ പ്രോബ്ലം അതിനോണ്ട് പതുക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ശബ്ദം ഒച്ചത്ത് കേൾക്കാൻ കാരണം ഈ ഫോൺ കേട്ടോ.
അതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേസ് ഐ ഡി ഏവായി തുറന്നാച്ച്. അപ്പോൾ ഫോണ് ഇപ്പോഴും സൗണ്ട് റെക്കോർഡിംഗ് ആണ്. ഇതിൽ ചില സമയത്ത് ക്ലിയർ കിട്ടും ഉണ്ടോ. സൗണ്ട് റെക്കോർഡിംഗ് ആണ് ഫോൺ നിലവിൽ. അടിപൊളി ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് അത്യാവശ്യം ഉള്ള ആപ്സൊക്കെ അതല്ല, ഈ റിയൽമിക്കാർ എല്ലാ ഫോണും പുതിയ ഫോൺ കൊടുക്കുമ്പോൾ കുറേ ആപ്പും ഉണ്ടാവും, അതിൻ്റെ കൂടെ കാണാം കുറേ ഗെയിം കൊടുക്കുന്നതാണ്. എന്തിനാണെന്നറിയില്ല, ഇനിയിപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ടാണോ എന്നുള്ളതെന്നറിയില്ല. കുറേ ഗെയിമായിട്ട് വാരി വെച്ച് കൊടുക്കും. ഞാൻ ഫോൺ വാങ്ങിയ സമയത്ത് ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഗെയിം വരുന്നു കേട്ടോ. ഇവിടെ പിന്നെ കുറേ ആപ്പ് ഉണ്ടായിരുന്നു, ഞാൻ ആവശ്യമില്ലാത്ത ഫുള്ള് ഡിലീറ്റ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള ആപ്പ് മാത്രം വെച്ചാൽ മതിയല്ലോ ഇതിൽ. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഫുള്ള് അങ്ങോട്ട് ഗെയിം വരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഫോണിൻ്റെ വിശേഷം. ഞാൻ ഫോണിൽ എടുത്തതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടോ. ബോക്സ് അവിടെ കൊണ്ടൊക്കെ ബോക്സ് കളയാൻ